നമസ്കാരം. നമസ്കാരം. ഒരു മെഡിക്കൽ ത്രില്ലർ അല്ലെങ്കിൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ കഥ പറയുക എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ നമുക്ക് അയാളും ഞാനും തമ്മിലൊരു മീറ്റർ ഉണ്ട്. വളരെ ഇമോഷണലായിട്ട് ആ മെഡിക്കൽ ഫീൽഡിൻ്റെ എത്തിക്സിനെ പറ്റി പറയുന്ന ഒരു സൈഡുണ്ട്. അപ്പുറത്ത് വൈറസിനെ പോലെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൈഡുണ്ട്. ആൻഡ് നിർണയം പോലെ വളരെ സിനിമാറ്റിക് ആയിട്ട് ഒരു ഹൈ എൻഡ് മെഡിക്കൽ ത്രില്ലർ തന്നെയായിരുന്നു ആ സമയത്ത്. അത് ലാലേട്ടൻ്റെ പടം. ഡോസ് എവിടെ നിൽക്കും, എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും? ഫിക്ഷൻ തന്നെയാണ്, സിനിമാറ്റിക് എക്സ്പീരിയൻസും തന്നെയാണ്. നമ്മളിപ്പോൾ ഇതിൽ ഇൻസ്പയർഡ് ഫ്രം റിയൽ ഇൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞാലും അതിൽ നിന്നൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ചേർത്ത് ഓർത്തിണക്കിയിട്ടുള്ള ഒരു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഡോസ് എന്ന് പറയുന്ന മൂവി. ത്രില്ലറാണ്, ത്രില്ലർ ജോണറിലുള്ള മൂവി തന്നെയാണ്. ഇപ്പൊ ഹൂ ഡൺ ഇറ്റ് ഇതാര് ചെയ്തു എന്നുള്ളൊരു അവസ്ഥയാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. ത്രില്ലറിലൊക്കെ എപ്പോഴും വരുന്നൊരു സാധനം, അല്ലെങ്കിൽ ക്രൈം ത്രില്ലേഴ്സിൽ വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഹൂ ആൻഡ് വൈ എന്നുള്ളൊരു സാധനമുള്ള വരുന്നത്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും ഒരു പ്രേക്ഷകന് പ്രതീക്ഷിക്കാത്തൊരു ഉത്തരം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ത്രില്ലർ സക്സസ്ഫുൾ ആവും. ടുവേർഡ്സ് സെന്റർ ഇപ്പൊ ഓഡിയൻസും ഈ പറയുന്ന ഒരു അന്വേഷണത്തിലായിരിക്കുമല്ലോ. ഒരു ക്രൈം നടക്കുമ്പോൾ ഇതാരായിരിക്കും ഇതിന്റെ പിന്നിൽ നിന്നുള്ളൊരു അന്വേഷണം. ഈ പറയുന്ന പോലെ അതിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഇതിലിപ്പോ പോലീസ് ഓഫീസറായിട്ട് ചെയ്തേക്കുന്നത് വിവേക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കുന്ന അശ്വിനാണ്. ഞാനതിൽ ഡോക്ടർ പ്രകാശ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ പൾമണോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പേഷ്യൻസ് മരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള ടുവേർഡ്സ് എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു സർപ്രൈസിങ് ഫാക്ടർ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ സക്സസ്ഫുൾ ആവും. നമുക്ക് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പും പോലീസായിട്ടുണ്ടല്ലോ അശ്വിൻ. ഇപ്പോൾ ധ്രുവങ്ങൾ 16 എടുത്ത് നോക്കുകയാണെങ്കിൽ പോലീസിലേക്ക് ചേരാൻ പോകുന്ന ഒരാളാണെന്നാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ആൻഡ് ഇപ്പോൾ എന്നെ നോക്കി പയന്തോട്ടയിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡേഴ്സ് ഉള്ളൊരു പോലീസ് ഓഫീസറാണ്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ഡ്രസ്സിലോ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിലോ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അവരുടെ ഇന്റൻഷനിലും ഇൻട്രസ്റ്റുകളിലൊക്കെ എന്തെങ്കിലും പുതുത് ചെയ്യാൻ പറ്റും. ഡോസിൽ എന്താ അങ്ങനെ പുതിയതായിട്ടുള്ളത്? ഡോസിന് പറഞ്ഞ പോലെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെ വീണ്ടും പോലീസ്. ഈ വീണ്ടും പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ആദ്യം വ്യക്തിയായിട്ട് കാണണം. അപ്പോൾ അയാള് പ്രൊഫഷനും അയാളുടെ ഉടുപ്പും മാത്രമാണ് കാക്കിയോ അല്ലെങ്കിൽ മൊത്തയായിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ പോകുന്നു. പക്ഷെ അയാൾ ആരാണ് നമ്മളുടെ ഒരു ചോദ്യമാണ്. ദാറ്റ്സ് വാട്ട് മേക്സ് എവറി മാൻ ഡിഫറെന്റ്, എവറി പേഴ്സൺ ഡിഫറെന്റ്. അപ്പോൾ അയാളുടെ പ്രൊഫഷനും കൊണ്ട് ആ കാക്കിയിടുന്നു. ആ പ്രൊഫഷൻ വേണ്ടിയ സ്ഥലത്ത് മാത്രമാണ് ആ പോലീസ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വരാൻ പാടുള്ളൂ. എവിടെയാ വരേണ്ടത് മാത്രം. ബാക്കിയുള്ള സമയത്ത് ചിലപ്പം പോലീസിൽ ഇല്ലാത്തവരൊക്കെ ചിലപ്പം പോലീസിലുണ്ടാവേണ്ട ആളായി അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് പോലീസുകാരുടെ പോലെ ചോദ്യം ചോദിക്കുന്ന അങ്ങനെ എക്സാക്ട്ലി. സോ ബേസിക്കലി അതിൻ്റെതായ ഒരു രീതിയുണ്ട്. പക്ഷെ അതല്ലാതെ അയാള് വ്യക്തിയായിട്ട് ആരാണ്, വ്യക്തിപരമായിട്ട് നമ്മൾ എങ്ങനെ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇയാളുടെ ഒരു ബാക്ക് സ്റ്റോറിയും ഒരു കൽപ്പനയായിരിക്കാം. ചിലപ്പോൾ അത് സിനിമയിൽ കാണണമെന്നല്ല. പക്ഷെ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ഡയറി ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സഹായിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ടൂൾസ് ആണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടും ബാക്കി കോഴ്സൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. അത് മാത്രം പഠിച്ചിട്ട് കാര്യം നല്ലതാണ്. പക്ഷെ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ബേസിക്കലി ഡു ഇഫ് യു ആർ എൻ ആക്ടർ. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് എവരിബഡി ഡസ്. ഒരു ചെറുതായിട്ട് ഒരു ലെയറിങ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വി കൻ ഇൻജെക്ട് ദാറ്റ് ഡോസ് ഇൻ ദ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ ഒരു വിവേക്കും ഒരു ഒരു സ്പെഷ്യൽ പ്ലേസ് ഇറ്റ് ഹോൾഡ്സ് ഇൻ മൈ ഹാർട്ട്. വിവേക് എന്ന് പറയുന്ന പോലീസ് ഇപ്പൊ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഡയറി എഴുതുന്നവരുണ്ട്. ഇപ്പൊ രജിഷ കത്തുകൾ എഴുതും. ടൊവിനോ ഓരോ ക്യാരക്ടറിനും ഓരോ പെർഫ്യൂം കൊടുക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ട്രേറ്റ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ആവുന്ന അങ്ങനെ ഒരു രീതി ഉണ്ടോ, ഒരു ക്യാരക്ടറിന് വേണ്ടി ബിൽഡ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഇന്റേണൽ പ്രോസസ്? ഞാൻ റൈറ്റ് ചെയ്യും. ഡയറി മാതിരി ഉള്ള നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്യാരക്ടറിനെ വെച്ച് നമ്മുടെ ഒരു ബാക്ക് സ്റ്റോറി ചിലതിലൊക്കെ നമുക്ക് കിട്ടില്ല. പക്ഷെ കിട്ടുന്നതിൽ അതൊന്ന് എഴുതി മനസ്സിലാക്കാൻ ശ്രമിച്ച് അവരുടെ ഒരു ഇപ്പൊ എത്ര വയസ്സാണ് ആ ക്യാരക്ടറിന്, 20 years ആണെങ്കിൽ 20 വർഷത്തിൽ എന്തൊക്കെയായിരിക്കും ഏകദേശം സംഭവിച്ചത്, ഒരു മാനറിസം മനസ്സിലാക്കാനും ആ ക്യാരക്ടറുടെ എംപത്തി എങ്ങനെയായിരിക്കും, സിമ്പത്തി എന്തായിരിക്കും, അവരുടെ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യാതെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും വേൾഡിനെ വ്യൂ പോയിന്റ് ചെയ്യുന്നത്,
കരയുന്ന രീതി എങ്ങനെയായിരിക്കും ഈ Okay, ക്യാരക്ടറുടെ, okay, okay. അല്ല ചിരിക്കുന്ന രീതി എങ്ങനെയായിരിക്കും. അപ്പൊ എല്ലാത്തിലും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി എഴുതണം. ഐ തിങ്ക് ദ മോർ യു റൈറ്റ്, ഇങ്ങനെ തോട്ട്സ് ഒരു ഫ്ലോ പ്രോസസ് പോയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ്സ് മൈ പ്രോസസ് ഓഫ് Krish felt like music. റൈറ്റിംഗ് മേക്സ് എ റെഡി മാൻ അങ്ങനെ പറയുമല്ലോ. ലൈക്ക് അപ്പോഴാണ് ചിലപ്പം കുറെ സംഗതികൾ നമുക്ക് മനസ്സിലാവുന്നതും ന്യൂ ഡിസ്കവറീസും അതില്. പിന്നെ നമ്മൾ അവിടെ ഒരു ഫസ്റ്റ് എഡിറ്റിംഗ് ചെയ്താല് നമുക്കൊരു ക്യാരക്ടർ അത് ഇനിയും ക്രിസ്പായിട്ട് കിട്ടുമല്ലോ. ഓക്കെ ഓക്കെ. ഇപ്പൊ റോസിനെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ റോന്തിനെ വെച്ച് സംസാരിക്കാം. റോന്തിനെ വെച്ചപ്പോ അങ്ങനെ എന്താ എഴുതിയത്? സി ഫോർ റോന്ത്, ഞാനിത് മെൻഷൻ ചെയ്തതാണ് മുമ്പേ. ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന ഒരു കുട്ടിയല്ല, മുംബൈ. സോ മുംബൈയിൽ നിന്ന് വന്ന ഒരു കുട്ടി ഒരു നാട്ടുമ്പുറത്ത് ഒരു സ്ത്രീ ആയിട്ട് ആക്ട് ചെയ്യാൻ അവരുടെ ഒരു മനസ്സിലാക്കലും, ഞാൻ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ഹൗസിൽ ജീവിച്ചിട്ടില്ല, ഞാനൊരു ഹോം മേക്കർ അല്ല, ഒരു എന്താ പറയുന്നത്, ഞാനൊരു ഹോം മേക്കർ അല്ല, ഞാൻ ഈ വിറക് കത്തിച്ചിട്ട് ഒരു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ചെയ്തിട്ടില്ല. പ്ലസ് ഞാൻ എന്റെ കൃഷാന്നും അനു ക്യാരക്ടറും നല്ല വ്യത്യാസമുണ്ട്. അവർ എത്രയോ ക്വൈറ്റ് ആണ്, എത്രയോ ലെസ് സംസാരിക്കുക. അതല്ല, ഞാൻ ഭയങ്കര വേർബലും എൻ്റെ ഒരു ഡിസിഷനും ഒരു തോട്ട് പ്രോസസ്സും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പറയുന്ന ഒരു സംഭവമാണ്. സോ ഫോർ മീ അനു വാസ് വെരി ഡിഫറെന്റ്. അതൊക്കെ എഴുതി മനസ്സിലാക്കി എന്തായിരിക്കും ഒരു പോലീസുകാരന്റെ ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ നേരത്ത് അവർ അത്രത്തോളം വീട്ടില് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അത് മനസ്സിലാക്കി വീട് നടത്തി എടുക്കണം. സംവെയർ യു ആർ ഇൻ കമാൻഡ് ഓഫ് ദ ഹൗസ്. എത്രത്തോളം അവര് മനസ്സിലാക്കാൻ, അത് ദിന്നാത്ത് ക്യാരക്ടറിന് വർക്ക് പ്രഷർ ഉണ്ട്. അത് വെച്ചിട്ട് ആവുന്നോളം അവരോട് വിളിക്കാതെ ഇരിക്കുക. സോ അതിലും പറയുന്നുണ്ട് ദിന്നാത് എന്താ ഇത്ര, ആക്ച്വലി ദിലീഷ് ഏട്ടന്റെ ക്യാരക്ടർ ചോദിക്കാറുണ്ട് എന്താ പിന്നെ ഇത്ര നേരം വിളിക്കാതെ ഇരുന്നത്. സോ ദാറ്റ് ഈസ് അനു ട്രൈങ് ടു സമാളിക്കിഫൈ ദ സിറ്റുവേഷൻ. എല്ലാം ഒന്ന് പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിൽ ആയിരുന്നു. പക്ഷെ ഒരു ടൈമിൽ അത് കൊളാപ്സ് ആവും. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ടും അമ്മ ICUലായിട്ടും ഇതായിട്ടും ഷീസ് ക്വൈറ്റ്, ബിക്കോസ് അറിയാം വർക്ക് പ്രഷർ ഉണ്ട്. ആ ബോധറേഷൻ അല്ലാതെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു വിത്ത് അനു ക്യാരക്ടർ. ഇറ്റ് വാസ് ഓൾ റിട്ടേൺ ബൈ മീ ടു അണ്ടർസ്റ്റാൻഡ്. ആളുകള് പടം കണ്ടിട്ട് ഭയങ്കര ഷോക്കിംഗ് ആണ്, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ അനുഭവം സിനിമ കണ്ടപ്പോ എനിക്കും ഉണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് പോയത് അയ്യോ അനു വീട്ടിലുണ്ടല്ലോ, അതായിരുന്നു എന്റെ ആ സീൻ. പ്രത്യേകിച്ച് അതിന്റെ സീൻ വരുമ്പോ അനു എവിടെയാണെന്ന് ആളുകൾ തപ്പുന്നുണ്ട്, ഫ്രെയിം ഫ്രീസ് ചെയ്തിട്ട്. യെസ്, കുറെ ആൾക്കാര് എന്നോട് ചോദിച്ചു അനുവിന് എന്തായി അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയില്ല, എനിക്ക് വരെ അറിയില്ല. പക്ഷെ യെസ്, അത് ആ കഥ സംബന്ധിച്ചോളം ഇറ്റ് വാസ് ന്യായം. ആസ് എ മേക്കർ what was right, they did it. So it was എനിക്ക് തന്നെ, ഞാൻ ഒരു പടം കാണാൻ നേരത്തെ ഞാൻ അഭിനയിച്ച പടമാണെങ്കിലും എനിക്ക് ഓഡിയൻസ് ഫീൽ ആണ്. നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട്, ബിക്കോസ് ആ കഥാപാത്രം അല്ലല്ലോ ഞാൻ പടം കാണുന്നത് കൃഷിയായിട്ടാണ്. എനിക്കത് കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഹിറ്റായി. ഞാൻ I cried after I watched. So എനിക്കത് ഹാർഡ് ഹിറ്റിംഗ് ആയിരുന്നു.